പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം US സേനയുടെ നാവിക വ്യൂഹം ഇറാൻ തീരം ലക്ഷ്യമാക്കി നീങ്ങുന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ഇറാൻ ആ നാവിക വ്യൂഹത്തെ, അമേരിക്കയുടെ നാവിക വ്യൂഹത്തെ പ്രതിരോധിക്കാൻ എന്ന രീതിയിൽ അവരുടെ സബ്മറൈനുകളെ ഹോർമൂസ് കടലിടുക്കിലേക്ക് പറഞ്ഞയച്ചതായും വാർത്തകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. US സേനയുടെ പട്രോളിംഗ് എയർക്രാഫ്റ്റ് ഇറാന്റെ കിഷം ദ്വീപിന് സമീപം വട്ടമിട്ട് പറന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കിഷം ദ്വീപിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡിൻ്റെ നാവിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കിഷം ദ്വീപ്. അതിനു ചുറ്റുമാണ് ഇപ്പോൾ ഈ US സേനയുടെ പെട്രോളിംഗ് വിമാനം എയർക്രാഫ്റ്റ് വട്ടമിട്ട് പറന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര വ്യോമ ഗതാഗത പരിധിയിലാണ് ഈ വിമാനങ്ങൾ പറന്നതെങ്കിലും ഇറാന്റെ ഒക്കെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുവാൻ പറ്റുന്ന, നാവികസേനയുടെ ഒക്കെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുവാൻ പറ്റുന്ന ദൂരപരിധിയിലാണ് ഇത് പറന്നത് എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങളൊക്കെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഈ P-8A പൊസിഡോൺ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് 737-800 വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടാണ് ഈ പൊസിഡോൺ ഉപയോഗിക്കുന്നത് എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങളൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള മറൈനുകളെ പോലും വളരെ കൃത്യമായി കണ്ടെത്തുവാൻ ഈ പൊസിഡോണിന് കഴിയുന്നു, ഈ എയർക്രാഫ്റ്റുകൾക്ക് കഴിയുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസർ ഉപയോഗിച്ച് സമുദ്രത്തിനടിയിൽ സൂക്ഷ്മമായി കിടക്കുന്ന ഏത് മൈന്യൂട്ടായ കാര്യത്തെപ്പോലും അതിന് കണ്ടെത്തുവാൻ കഴിയും. ദീർഘസമയം ആകാശത്ത് ഇത് സ്ഥിതി ചെയ്യുവാൻ കഴിയും ഈ എയർക്രാഫ്റ്റിന് എന്നൊക്കെയുള്ള ചില വിശേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കടലിലേക്ക് വിക്ഷേപിക്കാവുന്ന തരംഗങ്ങൾ ഉപയോഗിച്ച് മറൈനുകളുടെ ലൊക്കേഷൻ, അതായത് ഈ വിമാനത്തിൽ നിന്ന്, ഈ എയർക്രാഫ്റ്റിൽ നിന്ന് കടലിലേക്ക് വിക്ഷേപിക്കുവാൻ കഴിയുന്ന തരംഗങ്ങൾ ഉപയോഗിച്ച് ഈ കടലിനടിയിലുള്ള ഇറാൻ അത്തരത്തിലുള്ള മറൈനുകളിൽ ശക്തമാണ് എന്ന ചില അന്തർദേശീയ നിഗമനങ്ങളും യുദ്ധവിദഗ്ധരുടെ ഒക്കെ വിശകലനങ്ങളും ഉണ്ടായിരുന്നു. മറൈനുകളിൽ ഇറാൻ ശക്തമാണ്. അപ്പോൾ അത്തരത്തിലുള്ള മറൈനുകൾ കടലിനടിയിൽ എവിടെയാണ് എന്ന് വ്യക്തമായി കണ്ടുപിടിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള തരംഗങ്ങൾ വിക്ഷേപിക്കുവാൻ കഴിയുന്ന എയർക്രാഫ്റ്റുകളാണ് ഈ പൊസിഡോൺ P-8A എന്ന ഒരു വിശകലനം അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഹോർമൂസ് കടലിടുക്കിലേക്ക് ഒരുപക്ഷെ ഇറാൻ അമേരിക്കൻ നാവിക സേനയെ പ്രതിരോധിക്കുവാൻ വേണ്ടി പിടിച്ചിട്ടുള്ള സബ്മറൈനുകൾ, അതായത് അന്തർവാഹിനികൾ, കടലിനടിയിൽ കൂടി പോകുന്ന അതിൻ്റെ ഒക്കെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനാണോ US വ്യോമസേനയുടെ ഈ വിമാനം കിഷം ദ്വീപിന് സമീപം വട്ടമിട്ട് പറന്നത് എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. മറ്റൊന്ന്, ഇറാനിലെ സംഘർഷങ്ങൾക്ക് പിന്നിൽ ഇസ്രായേലിൻ്റെ കരങ്ങളുണ്ടാകിയിരുന്നു എന്നതിന് കൂടുതൽ ശക്തമായ ചില തെളിവുകൾ ഒക്കെയും പുറത്തു വരികയാണ്. ഇപ്പോൾ ഇസ്രായേലിലെ ഒരു ആക്ടിവിസ്റ്റ് അവർ എമിലി ഷാർഡർ, അവരുടെ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നു. ഇറാനിലെ കലാപകാരികൾക്ക്, അതുപോലെ ഇറാനിലെ അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിച്ച സംഘങ്ങൾക്കൊക്കെ ഇസ്രായേലിലെ രഹസ്യാന്വേഷണ വിഭാഗം, അതായത് സൈന്യത്തിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ യൂണിറ്റ് 8200 എന്ന് പറയുന്ന യൂണിറ്റിലെ മുൻ അംഗങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. അവരും ഇറാനിലെ ഈ അണ്ടർഗ്രൗണ്ട് കലാപകാരികളും ഒന്നിച്ചു ചേർന്ന് ഇറാൻ്റെ സാമ്പത്തിക വ്യവസ്ഥ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്നും ഇപ്പോൾ എമിലി ഷാർഡർ എന്ന് പറയുന്ന ഒരു ഇസ്രായേലി ആക്ടിവിസ്റ്റ് തന്നെ അവരുടെ പ്രസ്താവന പുറത്തു വരികയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ജയ് ഹിന്ദ്.